നമ്മുടെ നിലമ്പൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുക കേട്ടോ. മൂന്നാമത്തെ എപ്പിസോഡ്. മറ്റ് 2 എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കും. നമ്മളെ നിലമ്പൂർ പോയി നമ്മൾ ആദ്യം കാണുക തേക്ക് മ്യൂസിയമാണ്. അപ്പോൾ തേക്ക് മ്യൂസിയം എപ്പിസോഡ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ പോയിരുന്നത് നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് ഒക്കെ കാണാൻ പോയി. അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു കാടിനുള്ളിൽ കൂടെ നമുക്ക് കുറച്ച് കിലോമീറ്റേഴ്സുള്ളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി. അപ്പോൾ അതിൻ്റെ നമ്മൾ എപ്പിസോഡ് 2 ആയിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം, നിങ്ങൾ കയറി കണ്ടു നോക്കേണ്ടി. അപ്പോൾ ഇത് നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡ്. ഇത് ശരിക്കും നിലമ്പൂർ ടൗണിൽ നിന്നൊരു 15-16 കിലോമീറ്റർ മറ്റാണ് നമ്മൾ ആഢ്യംപാറ വാട്ടർഫോൾസിലേക്ക് ഉള്ള ദൂരം വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വരുന്നത് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി കണ്ടിട്ടാണ്. അതായത് നമ്മളെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 10-24 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യാത്ര അടിപൊളി സ്ഥലങ്ങളാട്ടോ. എന്തായാലും ഒക്കെ ഒരു കാട് പോലത്തെ ഈ ഒരു പുഴയൊക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു മലവെള്ളപ്പാച്ചിലൊക്കെ വരുന്ന കല്ലുകളൊക്കെ ഉരുളൻ കല്ലുകളൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ പുഴകളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്തൊക്കെ നല്ല വെള്ളം. ഇപ്പം നമ്മൾ ജനുവരി ഫെബ്രുവരി മാസമാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒക്കെ ഇങ്ങനെ കൂളാൻ കാമായിട്ട് ഇരിക്കുന്നത്. മഴക്കാലത്ത് ചിലപ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. ഒരു ഇതൊക്കെ കണ്ടിട്ട് അടിപൊളി മലകളൊക്കെ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെയാണ് എത്താനുള്ളത്. ആഢ്യംപാറ വാട്ടർഫാൾസ്. നമ്മളിത് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻസിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഉള്ളൊരു ഇതായിട്ട് കാണുന്നുണ്ട്. കാരണം മഴക്കാലത്ത്, ഇപ്പം നമ്മൾ മഴക്കാലത്തല്ല, സീസണൽ വാട്ടർഫോളായിട്ടാണ് അവർ തന്നെ പറയുന്നത്. അതായത് മഴക്കാലത്ത് നല്ല രീതിയിൽ കുത്തൊഴുക്ക് വെള്ളമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആ രീതിയിലൊന്നും ഇല്ലയെന്നാണ് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ കേട്ടത്. എന്നാലും നമുക്ക് കുളിക്കാനുള്ള ചെറിയൊരു അത്യാവശ്യം 3 മണി സമയത്ത് ഡാമൊക്കെ തുറക്കാനുള്ളൊരു സാധ്യതയുണ്ട് പറഞ്ഞു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് അവിടെ എത്തിയാൽ അപ്പം ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല യാത്രയായിട്ട് ഈ ഒരു കാട്ടിനുള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ കാട് പോലത്തെ സ്ഥലങ്ങളാണൊക്കെ. അപ്പോൾ ബാക്കി നമുക്ക് ആഢ്യംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ആഢ്യംപാറ വാട്ടർഫോൾസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ടിക്കറ്റൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർഫോൾസും കാണാം, കൂടാതെ ഒരു വാൽവ് ഹൗസ്, പവർ ഹൗസൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം വാട്ടർഫോൾസ് കണ്ട് എസ്സുരുക്കൂടിയൊക്കെ ഒന്ന് പാസ്സാക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് മെല്ലെ പവർ ഹൗസും കണ്ടിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വന്നപ്പം തന്നെ തോന്നിയത് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാരി വലിച്ചിട്ട് നമ്മളൊരു അലമ്പാക്കുന്ന ഒരു പരിപാടി. ഇവിടെ അതൊന്നും കാണുന്നില്ല കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പക്ഷെ എന്നിട്ടും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴോട്ട് അങ്ങനെ തന്നെയാണോ, നമുക്കൊന്ന് പോയി നോക്കാം. Да. നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. അടിപൊളി സ്ഥലം കേട്ടോ. കുറേ പൂച്ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വൃത്തി അടിപൊളിയായിട്ടുണ്ട്. മൊത്തം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് ആ രീതിയിൽ ഒരു കാടിൻ്റെ ഉള്ളിലാണെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. വാട്ടർഫോൾസിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതായത് ഒരു 3 മണി ടൈം ആകുമ്പോൾ ഡാം തുറക്കും, അപ്പം കുറച്ചും കൂടി വെള്ളമൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ സമയത്ത് വെള്ളം വളരെ കുറവാണ്, കാരണം മഴക്കാലത്ത് നല്ല വെള്ളം ഈ ഭാഗത്തൊക്കെ അടിച്ച് കയറുന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സേഫ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കുളിക്കാനൊക്കെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മളിത് ഇപ്പം ഇങ്ങനെ കാണുന്നല്ല, ഒരുപാട് വെള്ളം വരുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ആ ഭാഗത്തൊക്കെ വെള്ളം, ആ കുഴികളൊക്കെ ശരിക്കും അപകടകരമായിട്ട് മാറും. നമ്മൾ ധൈര്യം കാണിച്ച് അതിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അവിടെയുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാലും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർഫോൾസിനെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ₹100 ഗൂഗിൾ പേ ചെയ്താൽ നല്ലൊരു ഫോട്ടോ നമ്മൾ ഇതിൽ എടുത്തെടുക്കാം. വെള്ളം കുറവായതുകൊണ്ട് ഇതൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറമൊക്കെ പോയി നോക്കാം കേട്ടോ. ഇതിലൊക്കെ അല്ല, ശരിക്കും വെള്ളം ഇതിലൊക്കെ വെള്ളമായിരിക്കുമല്ലോ. ഈ സമയത്ത് കുറച്ച് സേഫ് ആയതുകൊണ്ട് നമുക്കൊന്ന് അക്കരയ്ക്ക് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ വന്ന് ആ ഭാഗത്താണ്, നമ്മൾ വന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വരാം. പിന്നെ ഇവിടെ ആ ഹൈറ്റ്സിലൊക്കെ ഒരു പ്രൈവറ്റ് റിസോർട്ടൊക്കെ കാണുന്നുണ്ടല്ലേ. അവിടെ നിന്ന് കാണാം, അടിപൊളി വ്യൂ ആയിരിക്കില്ലേ. എപ്പോഴെങ്കിലും നാട് സ്റ്റേ ഒക്കെ കിട്ടുമോ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക്, ആ റിസോർട്ടൊക്കെ വരുന്ന ആ ഭാഗത്തേക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയാലോ. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, കുറച്ച് സ്റ്റെപ്പ് കയറാനും ഇറങ്ങിപ്പോകാനും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ അവിടെയൊക്കെ സേഫാണ്, കാരണം വെള്ളമൊക്കെ വളരെ കുറവായതുകൊണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നല്ല വെള്ളമാണ്. കാരണം നമ്മൾ നെറ്റിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്, അവിടെയൊക്കെ നല്ല വെള്ളത്തിൽ നല്ല കുത്തിയൊഴുക്ക്, എന്താ പറയുക, വെള്ളച്ചാട്ടമൊക്കെ ചാടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ സേഫാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് അങ്ങോട്ട് നടന്ന് കുറച്ച് കാഴ്ചകൾ കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മൾ തിരിച്ചിവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുളിക്കാം, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറുമല്ലോ, നൃത്തത്തിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറും. അപ്പം മെല്ലെ ഞാൻ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം നമ്മൾ നിലമ്പൂർ സീരീസ് നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒരു 3-4 വീഡിയോസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതേപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പവർ ഹൗസിലൊന്ന് പോകണം. ഇരുടാവാണ്, അപ്പോൾ വീഡിയോ എടുക്കുന്നില്ല, പവർ ഹൗസിലേക്ക് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാൽ ഒക്കെ പറഞ്ഞ പോലെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ